കുഞ്ഞ് കാത്തു നിൽക്കുന്നു. ഫോണിന്റെ സെൽഫി ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു കാര്യം എന്തോ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, അതിവിടെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അവിടെ കണ്ടതെന്താ, നവ്യ നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ 19 ലക്ഷം ആൾക്കാർ കണ്ടു, പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു. അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത്. വിവാഹ മോചിതയായോ എന്ന ചോദ്യത്തിന് നവ്യയുടെ മറുപടി എന്ന് പറഞ്ഞിട്ട് വന്നൊരു പോസ്റ്റ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നടി നവ്യ നായർ ഡിവോഴ്സ് ആയോ? ഇത് നവ്യ നായർ ഇത് കാണുവാണെങ്കിൽ ദയവായി എന്നോട് ദേഷ്യം തോന്നരുത്. ഈ ഒരു വീഡിയോക്കകത്ത് അതൊന്നുമല്ല പരാമർശിക്കാൻ പോകുന്നത്. കാരണം സോഷ്യൽ മീഡിയക്കകത്ത് മൊത്തം എന്താ പറയുക, ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടും ചോദ്യങ്ങളായിട്ടും നടക്കുന്നു. നടി നവ്യ നായർ ഡിവോഴ്സായി, അവരുടെ കരഞ്ഞ മുഖം കണ്ടോ, അവരുടെ വിഷമിക്കുന്ന മുഖം കണ്ടോ, അവരുടെ വർത്തമാനം കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു പെൺകുട്ടിക്ക് ഒരു സെൽഫി എടുക്കാൻ ഒരു അവസരം കൊടുക്കാത്ത അത്രയും ക്രൂരമായ മനസ്ഥിതിയുടെ ഉടമയാണോ നവ്യ നായർ? ഇങ്ങനെ രണ്ട് വിഷയങ്ങൾ, രണ്ട് കോണ്ടെക്സ്റ്റ് നടക്കുന്നുണ്ട് ഈ നവ്യ നായരുടെ. ഇതിനകത്ത് നവ്യ നായർ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വളരെ അതിവൈകാരികമായിട്ട് തന്നെ പുള്ളിക്കാരി ഇതിനകത്ത് ഇടപെട്ട് പോകുന്നുണ്ട്. അധികം ആരും ഇത് ചർച്ച ചെയ്ത് പോകുന്നില്ല, അധികം ശ്രദ്ധയിൽ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകുന്ന തോന്നുന്നില്ല. ബട്ട് പുള്ളിക്കാരി തന്നെ നേരിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മുടെ നവ്യ നായരുടെ ഡിവോഴ്സിന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ ആരുടെയും വക്കാലത്തെടുക്കുന്ന അഡ്വക്കേറ്റൊന്നും അല്ല, ജഡ്ജിയും അല്ല. ബട്ട് ഇത് തന്നെ. അപ്പോൾ ഈ ഒരു പോസ്റ്റ് നോക്കാം. വിവാഹ മോചിതയായോ എന്ന ചോദ്യത്തിന് നവ്യയുടെ മറുപടി എന്ന് പറഞ്ഞിട്ട് വന്നൊരു പോസ്റ്റ്. ഭരതനാട്യം ഇതേ ഏരിയ തന്നെയാണ് അടുത്ത കോൺട്രവേഴ്സിയും വരുന്നത് കേട്ടോ. ഭരതനാട്യം അവതരിപ്പിച്ച ശേഷം സന്തോഷിന്റെ അമ്മയ്ക്കും, സന്തോഷ് എന്ന് പറഞ്ഞാൽ അവരുടെ നമ്മുടെ നവ്യ നായരുടെ ഹസ്ബൻഡാണ്, പാർട്ട്ണറാണ്. സന്തോഷിന്റെ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന നവ്യയുടെ വീഡിയോയും ഭർത്താവിന്റെ അമ്മയെയും പെങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുന്ന നടിയുടെ ഫോട്ടോയുമാണ് താരത്തിന്റെ ഫാൻ പേജുകൾ പ്രത്യേകിച്ച്. ഇതോടുകൂടി നവ്യ നായർ വിവാഹ മോചിത ആയില്ല എന്നതൊക്കെ ഉറപ്പാണെന്നൊക്കെ പറയും. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരാളുടെ ലൈഫിൻ്റെ അകത്ത് അവർ വിവാഹ മോചിതയാവുന്നോ വിവാഹിതയാവണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകണം എന്നുള്ള കാര്യം നമ്മളെ കൺസേൺഡ് ആവേണ്ട കാര്യമേ അല്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കേണ്ടതാണ്. പിന്നെ സെലിബ്രിറ്റീസിൻ്റെ കാര്യങ്ങളാകുമ്പോഴേക്കും എപ്പോഴും ഒരു ഗോസിപ്പിൻ്റെ സംഭവങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ അതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും അവരുടെ ആരാധക വൃന്ദങ്ങൾ എന്ന് പറയുന്ന സംഭവത്തിനകത്തുള്ളത് കൊണ്ട് തന്നെ ഒരു സംഭവം ഉണ്ടാകും. നമ്മളെക്കുറിച്ച് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ ഇന്നത്തെ ദിവസത്തേക്കുള്ള അരിയുടെ കാര്യം നമ്മൾ അന്വേഷിച്ചിട്ടില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൻ്റെ അകത്തുള്ളതോ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാരുടെയൊക്കെ അവരിന്ന് എന്ത് ഡ്രസ്സ് ഇട്ടു എന്നുള്ള കാര്യവും അവരിന്ന് എന്തൊക്കെ പരിപാടിക്ക് പോയി എന്നുള്ള കാര്യത്തിൽ വളരെ ക്യൂരിയസ് ആയിരിക്കും. അത് നമ്മുടെ ഒരു സവിശേഷ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. ഇനി നവ്യ നായരെ ആ കുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടും കാത്തു നിൽക്കുന്ന സമയത്ത് വളരെ ഷൗട്ട് ചെയ്തിട്ടുള്ള നവ്യ നായരുടെ ആ ഒരു ബൈറ്റ് കാണാം. ഇവിടെ നിങ്ങൾ കാണുന്നത് നവ്യ നായർ എന്നുള്ള ലേഡി അവർ ഭരതനാട്യത്തിൻ്റെ, എനിക്ക് വസ്ത്രത്തിൻ്റെ വെച്ചിട്ട് ഭരതനാട്യത്തിൻ്റെ ആ ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ ഒരു കുട്ടി കാത്തു നിൽക്കുന്നു. കുഞ്ഞ് കാത്തു നിൽക്കുന്നു. ഫോണിൻ്റെ സെൽഫി ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു കാര്യം എന്തോ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, അതിവിടെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അവിടെ കണ്ടതെന്താ, നവ്യ നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ വലിയ കലാകാരിയായിരിക്കാം, അല്ല ഒടുക്കത്തെ മറ്റേ സിനിമാ നടിയൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു പാവം കുഞ്ഞ് അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് അതിനൊരു സെൽഫി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പറ്റാത്ത ക്രൂര മനസ്ഥിതിന് ഉടമയാണല്ലോ നവ്യ നായർ എന്ന് നമ്മൾ പെട്ടെന്ന് ജഡ്ജ്മെൻ്റൽ ആവുകയാണ്. അതായത് എന്താണ് ഇവരുടെ പൊസിഷൻ, ഇവരെന്താണത് ആ സമയത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ദൂരെ നിന്ന് കണ്ട കാര്യം ഇതായിരുന്നു. അപ്പം ഇതിനകത്ത് ഇതേ കാര്യത്തിന് തന്നെ ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ അമ്മയും ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത് സംസാരിച്ചുകൊണ്ട് കാണാം. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല. നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. മോള് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ, ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ഇതിനെ കുറിച്ച് വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല. എൻ്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഞാൻ അതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്തുനിന്ന്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ല. ഇപ്പം എനിക്ക് കുറച്ച് അല്ലെങ്കിൽ ഒന്നപ്പോ എന്തത്ര ജാട കാണിച്ചേ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയുന്നില്ല. പക്ഷെ അത് എഴുതണ സമയത്ത് ഇവര് ഡാൻസ് കളിച്ച് നിൽക്കുമ്പോ ഇവരുടെ കാലൊടിഞ്ഞു പോട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ. കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ട് ഭാഗമുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയാം. എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്താണ് വീക്ക് അവർ മീഡിയ അങ്ങനെ എന്തോ, ഇവരെ ഒന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും അവര് കണ്ടുകൊണ്ട് നിൽക്കാണ്.
എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് നേരാക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി. 19 ലക്ഷം ആൾക്കാർ കണ്ടു, പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു. അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത്. നേരായ വഴിയിലൂടെ നല്ല മാർഗത്തില് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും. അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന ഒരു ഇത് നല്ലതല്ല എന്ന് എല്ലാവരോടും എനിക്കൊരു വലിയ അഭിപ്രായമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരിക്കലും ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ സിനിമയിലെത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം, അല്ല എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് കൊതിച്ചൊരു ആളാണ് ഞാൻ. അത് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവതും ഞാൻ എല്ലാവരും ഇപ്പം ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോവാം. നിങ്ങൾക്കൊക്കെ പറ്റില്ലേ? അതുപോലത്തെ മിസ്റ്റേക്സ് എനിക്ക് പറ്റും. ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താനും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ കുറച്ചും കൂടി ഇവരെ പോലത്തെ ആൾക്കാരെയൊക്കെ കമന്റ് പോസ്റ്റുകൾ വായിക്കുന്നതിന് മുന്നേ റിയാലിറ്റി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും എന്നൊരു ഒപ്പീനിയൻ മാത്രമേ എനിക്കുള്ളൂ. താങ്ക് യു സോ മച്ച്. ഇതിനകത്ത് പുള്ളിക്കാരത്തി ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ടൈറ്റിൽ ഇതാണ്: ഇവർക്കെതിരെ ഒന്നും പറയണമെന്ന് കരുതിയതല്ല, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞിട്ടാണ് സംഭവം. മിസ്റ്റേക്സ് ഷേപ്പ് യു, ഷോർട്ട് കട്ട്സ് ബ്രേക്ക് യു എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് എൻഡിലൊരു സംഭവം കൊടുക്കുന്നുണ്ട്. വളരെ വേദനിച്ചിട്ടാണ് നമ്മളെ നന്ദന സിനിമയിലുള്ള ആ ഒരു പോർഷൻ. ഞാനെൻ മിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകം അകിലായി പുകച്ചും ഞാനിൻ, അല്ലേ? അത് അവർ ആ ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു. അവരുടെ ആ ഒരു മുഖം കണ്ടില്ലേ, ഒരുമാതിരി ബാലാമണിയെ പോലെയൊക്കെ ആയതുപോലെ. ഒരുമാതിരി നമുക്ക് ബാലാമണിയൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നവ്യ നായർ മാത്രം ചെയ്ത് അവർക്ക് അല്ലാതെ വേറൊരു റീപ്ലേസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത കുറേ അധികം അല്ല, ഏറ്റവും ഒരു ടോപ്പ് നോച്ച് സംഭവം തന്നെയാണ് ഈ നന്ദന സിനിമ. അപ്പം ആ ഒരു ലേഡി അവരുടെ ആ ഒരു വേഷത്തിൽ നിന്ന സമയത്ത് ഇവരെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല എന്നല്ല, ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് എടുക്കാമെന്നുള്ള കാര്യം. അതിന് മുമ്പ് ആ കുട്ടി ഫോട്ടോ എടുത്തിരുന്നു. ഇതിനകത്ത് എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ പുള്ളിക്കാരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉള്ള സംഭവമുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പുള്ളിക്കാരത്തേക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ശോഭനയ്ക്ക് ശേഷം എനിക്ക് ആരാധന തോന്നിയ നടിയാണ് നവ്യ. ഞാൻ നവ്യയുടെ എല്ലാ പോസ്റ്റുകളും കാണാറുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത് ആയ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. താഴെയുള്ള കമൻസ് കൂടി കണ്ടപ്പോൾ എന്തായാലും തെറ്റിദ്ധാരണ തിരുത്തി നന്നായി. നവ്യ നിങ്ങൾക്ക് എന്നും മനസ്സിലൊരു വലിയ സ്ഥാനമുണ്ട്, അതിന് കോട്ടം തട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് വേറൊരു കുട്ടിയുടെ ഫോട്ടോയായിട്ട് നിൽക്കുന്ന ഒരു സംഭവം കണ്ടോ? അവർ തന്നെ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്: ഒരു ജാടയും ഇല്ലാത്ത നവ്യയെ പറ്റി പറയുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു. നവ്യയെ എന്തായാലും അങ്ങനെ പറയാൻ വഴിയില്ല. പിന്നെ എത്രയോ മണിക്കൂറാണ് സ്റ്റേജിൽ കണ്ടിന്യൂസ് ഡാൻസ് കളിക്കുന്നത്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ചെറിയ ക്ഷീണമൊക്കെ കാണില്ലേ? അവരും മനുഷ്യരല്ലേ? വരുന്ന എല്ലാവരും കൂടെ സെൽഫി എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു ന്യായമാണോ? 1-2 ആൾക്കാരായിരിക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞത് എന്ന് തോന്നുന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ആൾക്കാരെ അവരെ ഭയങ്കര സപ്പോർട്ട്. കാരണം പക്ഷേ ഞാനും കണ്ടത് ആ പോസ്റ്റ്, എനിക്ക് എന്തോ പന്തികേട് തോന്നി. അതുകൊണ്ട് മറുപടി ഒന്നും എഴുതിയില്ല. നവ്യ അത് ചെയ്യില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഒരു ഉത്തമ ദേശസ്നേഹിയായ നവ്യ ഇപ്പോൾ വന്ന് ക്ലിയർ പിക്ചർ തന്നതിന് വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. ഇനി കണ്ടോ, ഇനി ആർക്കും ഇത് അടുത്ത് നോക്കിയോ, ഭരതനാട്യത്തിനൊക്കെ പോകുന്ന അത് കഴിഞ്ഞിട്ട് അവർ എല്ലാ തിരക്കും കഴിഞ്ഞ് ടയേർഡാണ്, വയ്യ, എന്നിട്ടും എല്ലാവരോടും നിന്ന് ചിരിച്ച് സംസാരിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ സ്ത്രീ പോകുന്നത്. നമ്മൾ ചില സ്ഥലങ്ങളിലെങ്കിൽ നമ്മളൊരു ഒരു മനുഷ്യനെ അവരുടെ ആ സമയത്തുള്ള എന്താണ് അവരുടെ സാഹചര്യം എന്ന് പോലും മനസ്സിലാക്കാതെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പം അതിൻ്റെ പിന്നിൽ കുറേയധികം വിഷമങ്ങൾ അവർ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ നമ്മുടെ സംഗീതത്തിൻ്റെ അകത്ത് ഈ കച്ചേരികൾ നടത്തുന്നവരുണ്ട്, അറിയാമായിരിക്കുമല്ലോ, കർണാട്ടിക് മ്യൂസിക്കും മറ്റുള്ള സംഭവങ്ങളൊക്കെ. അതൊക്കെ ഈ മണിക്കൂറുകളാണ് ഇരുന്ന് പാടുന്നത്. അതുപോലുള്ള ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡാൻസ് പെർഫോമൻസസ് ഒക്കെ ചിലപ്പം മണിക്കൂറുകൾ, ഇവരുടെയൊക്കെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഡാൻസ് പെർഫോമൻസസ് ആണ്. അപ്പോൾ അത്രയും നീണ്ടു നിൽക്കുന്ന പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന സമയത്ത് എല്ലാവരും ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ അവർ എടുത്തു കൊടുക്കുന്നു. എന്നിട്ടും അതിലൊന്നും തൃപ്തി വരാതെ വീണ്ടും ഓരോന്നും കൊണ്ടുപോകുമ്പോഴേക്കും പിന്നെ അവരെന്തോ ചെയ്യണം? ലേറ്റസ്റ്റ് ആയിട്ട് നവ്യയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ ഭാഗം. മറ്റൊരു മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ കൂടെയുള്ള കലയുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് അർപ്പണബോധം കാണിച്ചാൽ അതിന്റെ 10 മടങ്ങ് നമ്മളെ സ്നേഹിക്കും. ഇനി ഇതൊക്കെ നിങ്ങൾ പോയിട്ട് അവരുടെ മറ്റേ ഐ ആം വിത്ത് ധന്യ വർമ്മയുടെ ആ ഒരു ഇന്റർവ്യൂവിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പോർഷനാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ. അതിപ്പോൾ നമ്മളിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടുത്തെ കോൺടാക്സ്റ്റ് ഒക്കെ മനസ്സിലായല്ലോ. ഒന്നും നവ്യ നായർ ഡിവോഴ്സ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്.
നന്നായിട്ട് തന്നെ പോട്ടെ, അത് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഒരുപാട് നല്ല സിനിമകളൊക്കെ തന്നിട്ടുള്ളൊരു നല്ലൊരു അഭിനേത്രിയാണ്. അതോടൊപ്പം തന്നെ അവർ ഡാൻസിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് പാഷനേറ്റഡ് ആയിട്ട് അതിൽ ആ കലയിൽ അർപ്പിച്ചു പോകുന്നുണ്ട്. അതൊരു നമ്മുടെ നാട്ടിൻ്റെ ഒരു തന്നെ ഒരു ഇതാണ്, സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ആ കല നിലനിൽക്കുക എന്നുള്ളത്, അപ്പോൾ അതും നിലനിൽക്കട്ടെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നടന്ന കോൺട്രവേഴ്സി, ആ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതും അതിനകത്ത് വന്ന കോൺട്രവേഴ്സിക്കകത്ത് അവർ യാതൊരു പങ്കുമില്ല. അത് മാത്രമല്ല ആ സ്ത്രീ ഓടി നടന്ന് പലരുടെയും അടുത്ത് അതിനകത്ത് അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ അത് കണ്ടതാണ്, ബട്ട് എനിക്ക് പിന്നീട് നോക്കിയപ്പോഴേക്കും അത് കാണാനില്ല. സോ ഇതാണ് സംഭവം, ഇത്രയൊക്കെ ഉള്ളടേ. വെറുതെ ഒരാളെ ചുമ്മാ പെട്ടെന്ന് ജഡ്ജ് ചെയ്തിട്ട് ഇതാണെന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് അവരുടെ ഒരു ഭാഗം നമ്മൾ തിരക്കിയാൽ ചിലപ്പോൾ കാര്യങ്ങൾ വേറെ വഴിക്ക് കിട്ടും. സോ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.